പേപിടിച്ച നായയുടെ നാവ് ഇറങ്ങിക്കിടക്കുന്നത് പോലെ മദ്യപിച്ച് മരിച്ചുപോയവന്റെ നാവ് നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുമത്രേ. വെറുതെയല്ല ആ നാവിന്റെ ഈ ഓരങ്ങളിലൂടെ ഇളയിച്ച് വീടുകൊണ്ടിരിക്കുമത്രേ. നായുടെ നാവിൽ നിന്ന് ഇളയിച്ച് വീഴുന്നത് പോലെ മദ്യപാനിയുടെ നാവിൽ നിന്ന് നാളെ ആഖിറത്തിന്റെ പരമോന്നതമായ നീതിപീഠത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവരപ്പെടുമ്പോ അവരുടെ നാവിൽ നിന്ന് ഇളയിച്ച് വീടുകൊണ്ടിരിക്കുമത്രേ. കാണുന്ന ഓരോരുത്തർക്കും ദുർനാശം സഹിക്കവയ്യാതെ മനസ്സിലാക്കും ഇവൻ ദുനിയാവിൽ മദ്യപിച്ചു വന്നവനാ, അതാണ് ഇവന്റെ ഈ പേക്കോലമെന്ന് നാളെ മത്സരയിൽ വിചാരണയ്ക്ക് നിൽക്കുന്നവർ പോലും ഇത് കണ്ടുകൊണ്ട് വിളിച്ചു പറയുമെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ശരിബൽ ഖംറ ഔ സനാ نزع الله من قلوبهم الإيمان كما يخلع الإنسان قميصه من رأسه. എന്തുകൊണ്ടാണ് ഉലമാക്കളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മദ്യപാനിക്ക് സലാം പറയരുത്, അവന്റെ മയ്യത്തിനെ പോലും അനുഗമിക്കരുത്, അവൻ പൈസ പണം ചോദിച്ചാൽ കൊടുക്കരുത്. മദ്യപിക്കുന്നവൻ ഇത് മറ്റൊരു ഹദീസിൽ നബിതങ്ങൾ പറയുകയാണ്, ആരാളും മദ്യപിക്കുന്നുവോ അവനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്, അവന്റെ കുടുംബത്തിൽ നിങ്ങൾ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കല്ലേ, അവന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം എടുക്കരുത്, അവരുമായി വൈവാഹിക ബന്ധം വേണ്ട. മദ്യപാനി കടം ചോദിച്ചാൽ കൊടുക്കരുത്, സഹായിക്കരുത്. അങ്ങനെ ആരെങ്കിലും മദ്യപാനിക്ക് 1 രൂപ കൊടുത്തു സഹായിച്ചാൽ പരിശുദ്ധ ഇസ്ലാമിനെ തകർത്തവരെ പോലെയാ, ഇസ്ലാമിനെ തകർക്കുന്നതിന് പണം കൊടുത്ത് സഹായിച്ചവരെ പോലെയാ. അതുകൊണ്ട് മദ്യപാനി കടം ചോദിച്ചാൽ കൊടുക്കരുത്, രോഗിയായ സന്ദർശിക്കരുത്, അവന്റെ മയ്യത്തിനെ അനുഗമിക്കരുത്. എന്തേ കാരണമെന്ന് ചോദിക്കപ്പെട്ടപ്പോ ആരാണ് മദ്യപിക്കുകയും ആരാണ് വ്യഭിചരിക്കുകയും ചെയ്താൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാൻ പിഴുതെടുക്കുമത്രേ. മനുഷ്യൻ തന്റെ ശരീരത്തിൽ അണിഞ്ഞ കുപ്പായം അവന്റെ തലയിലൂടെ ഊരിയെടുക്കുന്നത് പോലെ മദ്യപിച്ച മദ്യപാനികളെ അവന്റെ വയറ്റിനകത്ത് ആമാശയത്തിനകത്ത് മദ്യത്തിന്റെ ഒരു തുള്ളിയെങ്കിലും ഉള്ളിടത്തോളം കാലം അവന്റെ ഈമാൻ അല്ലാഹു പറിച്ചെടുക്കുമത്രേ. ഈമാനില്ലാതെ എന്ത് തരാം? പിന്നെ ഉലമാക്കൾ പിന്നെ നമസ്കരിക്കുന്ന എന്താ? ഉലമാക്കൾ ഒരു ഹദീസിനെ ഇസ്തിംബാത്ത് എല്ലാം നല്ലവനായാലും മോശക്കാരനായാലും അവന്റെ മുകളിൽ നമ്മൾ മയസ്കരിക്കണേ എന്ന് പറഞ്ഞതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഉലമാക്കൾ അടക്കമൊക്കെ ഒഴിച്ചോ നമുക്ക് നമസ്കരിപ്പിച്ചേക്കാം. അവർക്ക് അവരിലോട്ട് പോയിട്ട് മദ്യപാനം കഴിച്ചോട്ടെ. ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നമസ്കരിക്കുന്നു. ഇവനെ എല്ലാവരും അവഗണിക്കുമ്പോ ഇവന് സ്വാഭാവികമായ ഒരു പശ്ചാത്താപ മനോഭാവം ഉണ്ടാവും. അങ്ങനെ ഈ ദുഷ്ടകൃത്യങ്ങളിൽ നിന്ന് ദുഷ്കൃത്യങ്ങളിൽ നിന്ന് ഇവൻ നൗബാത്ത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഇവനൊരു പ്രേരണയാകും. അതിനാണ് ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ഗൗരവത്തോടുകൂടി പറയുന്നത്. ഒരു ഹദീസിനോടാണ് വിഷയത്തിൽപ്പെട്ട ഒരു സമയമില്ല, ചുരുക്കി പറയുകയാണ്. നമ്മൾ മുസ്ലിമീങ്ങളാ, ഖുർആനിന്റെ ഒരായത്തെങ്കിലും കാണാതെ അറിയാം ഒരു മുസ്ലിമുമില്ല. കേവലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവാണ്. ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ അറിയാത്ത ഒരു മുസ്ലിം ഉണ്ടോ? ഏതെങ്കിലും അടിച്ചാലും ശരി, ഏതെങ്കിലും അടിച്ചാലും ശരി, കള്ള കുടിക്കുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞാൽ കുടിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ജലങ്ങളാണെങ്കിൽ ഇന്ന് കുടിക്കാൻ നോക്കും, ആ പിന്നൊന്നും കൂടെ കിട്ടട്ടെ. കുടിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ചില മണ്ണാണ് പുസ്തകങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഓർത്തോളി ബിസ്മിയെങ്കിലും കാണാതെ പഠിച്ച ഒരു മുസ്ലിം കുടിച്ചാൽ അവരുടെ ശിക്ഷ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന ഫീ സ്വദ്രിഹി ആയത്തുൻ മിൻ കിതാബില്ലാഹ് വസുബ്ബ അലൈഹൽ ഖംറു.
القيامة جاء يوم القيامة كل حرف من تلك الآيات يأخذ بناصيته حتى يوقفه بين يدي الله عز وجل فيخاصمه. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുത്തായ വാക്കാണ് കേൾക്കണേ. മൻ കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് ഒരായത്തെങ്കിലും കാണാതെ പഠിച്ചു വെച്ചിരിക്കെ വ്യക്തമാക്കി വെച്ച ആ ആയത്ത് ഏതൊരു ഹൃദയത്തിലാണോ ഒളിപ്പിച്ചു വെച്ചത്, ആ ഹൃദയത്തിന്റെ മുകളിലൂടെ അവന്റെ നാവിലൂടെ കളനാളത്തിലൂടെ ആ ആയത്തിനെ മലീമസമാക്കിക്കൊണ്ട്, ആ ആയത്തിനെ വൃത്തികേടാക്കിക്കൊണ്ട്, ആ ആയത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ വായിലേക്ക്, അവന്റെ വയറ്റിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് സത്യത്തിന്റെ കോപ്പയെ ഒഴിക്കുന്നു. يوم القيامة قيامة നാളിൽ كل حرف من تلك الآيات, ഈ ആയത്തിന്റെ ഇവന്റെ ഹൃദയത്തിൽ എത്ര ആയത്താണോ ഇവൻ കാണാതെ പഠിച്ചു വെച്ചത്, ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ, ആയത്തുൽ കുർസി എന്നിയാൽ തീരാത്ത ആയത്തുകൾ, യാസീൻ, സൂറത്തെങ്കിലും അറിയാത്തത് ആരെങ്കിലും ഉണ്ടോ? ഈ ആയത്തുകളെല്ലാം ഇതെല്ലാം ഓരോ അക്ഷരമായി രൂപപ്പെട്ട് നാളെ മത്സരവൻസഭയിൽ ഇവന്റെ നെറുകം തലയിൽ പിടിച്ചു വലിച്ച് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് അവനെതിരെ വാദപ്രതിവാദം നടത്തുമെന്ന്